നമ്മൾ ബീട്രൂട്ടിൻ്റെ കളർ വെച്ചൊരു ഇടിയപ്പം ഉണ്ടാക്കിയാണ്. അതിന് വേണ്ടി മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് വീത്തി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബീട്രൂട്ടിൻ്റെ കളറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തിളച്ച വെള്ളത്തിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതിന് വേറെ ഉപ്പൊന്നും ചേർക്കണ്ട. മാവ് ഇവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ശകലം എണ്ണ ഒന്ന് തടവി കൊടുക്കണം. അപ്പം നമുക്ക് പ്രസ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ എല്ലാത്തിലും തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഒരു റൗണ്ട് നമ്മളെല്ലാം കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് എല്ലാത്തിലും ഒന്ന് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ലേശം തേങ്ങ എല്ലാത്തിലും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു റൗണ്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിതിങ്ങനെ ഇതാക്കി ഇട്ട് കൊടുക്കാം. ഇതും നമ്മൾ ആ റൗണ്ട് അത് കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് കണക്കൊന്ന് എടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊന്ന് ഇറക്കി വയ്ക്കാം. രണ്ടാമത്തെ തട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ തട്ട് റെഡിയായി മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തട്ടും അതാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇടിയപ്പം ബീഫ് കറിയായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം.